സമയങ്ങളിലൂടെ ഡയമെൻഷനുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഭൂതത്തിലേക്കും ഭാവിയിലേക്കും സഞ്ചരിക്കാൻ കഴിയാതെ ഒരു പുഴുവിനെ പോലെ അരിച്ചരിച്ച് വർത്തമാനകാലത്തിലൂടെ സഞ്ചരിച്ച് മടുത്തവരാണ് നമ്മളെല്ലാവരും. ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും മറ്റ് ഡയമെൻഷനുകളിലേക്കും സഞ്ചരിക്കാൻ പ്രകാശത്തേക്കാൾ വേഗത വേണം എന്നിരിക്കെ നമുക്ക് തടസ്സമായിട്ടുള്ളത് എന്താണ്? അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: നമ്മുടെ ശരീരം. എന്നാൽ നമ്മുടെ ഈ ശരീരത്തെ താൽക്കാലികമായി ഇവിടെ നിർത്തി നമുക്കിഷ്ടമുള്ളിടത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ ഒരു സാങ്കേതിക വിദ്യയുണ്ട് എന്നും ചില പ്രത്യേക കാരണങ്ങളാൽ അത് നമ്മളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ് എന്നും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? പറയുന്നത് ഞാനായതുകൊണ്ട് തന്നെ നിങ്ങളത് വിശ്വസിക്കാൻ സാധ്യതയില്ല എന്നല്ല, നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ ഞാനല്ല ആ പറയുന്നത്. എഡ്മണ്ട് ബ്രൗൺ എന്നൊരു റിസർച്ചറാണ് അദ്ദേഹത്തെ അതിന് സഹായിച്ചത്. ആമസോൺ കാടുകൾക്കുള്ളിലെ ഒരു ഷാമനം, ചുറ്റും നിഗൂഢമായ ഘോരമായ വനം. അതിനുള്ളിലെ ഒരു കുടലിൽ ഷാമൻ അയാൾക്ക് നേരെ ഒരു പാത്രം നീട്ടി. ആ പാത്രത്തിൽ കറുത്ത കട്ടിയുള്ളൊരു പാനീയം ഉണ്ടായിരുന്നു. എഡ്മണ്ട് ആ പാനീയം കുടിച്ചു. അതോടുകൂടി അയാളുടെ ശരീരത്തിൽ മുഴുവൻ ചുട്ടുപൊള്ളാൻ തുടങ്ങിയതായി അയാൾ പറയുന്നു. നിമിഷങ്ങൾ കൊണ്ട് അയാളുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. ശരീരം പൂർണ്ണമായും തണുത്തും മരവിച്ചു, തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് ആണ്ടു പോകുന്നത് പോലെ. തൊട്ടടുത്ത നിമിഷം അയാൾ കണ്ണു തുറക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തായിരുന്നില്ല. തിളങ്ങുന്ന പ്രകാശവും ഭൗതികശാസ്ത്ര നിയമങ്ങൾ ബാധകമല്ലാത്ത വിചിത്ര ജാമിതീയ രൂപങ്ങളും നിറഞ്ഞ മറ്റൊരു ഡയമെൻഷനിൽ. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ ആ കാട്ടിലെ കുടിലേക്ക് ചെന്നെത്തി. അവിടെ അയാൾ കണ്ടത് കുടിലിലെ ഭിത്തിയിൽ ചാരിയിരിക്കുന്ന തന്നെയായിരുന്നു. ആ ശരീരത്തിലേക്ക് നിഷ്പ്രയാസം അയാൾക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞതായി അയാൾ പറയുന്നു. ഇത് വെറും തോന്നലായി കരുതിയ അയാൾ ഒന്നുകൂടി ആഴത്തിൽ അതേക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അതിന് പിന്നിലുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളെ അയാൾ തിരിച്ചറിഞ്ഞത്. ആമസോൺ കാടുകളിൽ ചെന്ന് ഈ ഒരു പാനീയം കുടിച്ച ലോകത്തിൻ്റെ പല കോണിലുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ ആ പ്രകാശ ലോകത്തെക്കുറിച്ചും വിചിത്രമായ രൂപങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. മെഡിക്കൽ സയൻസ് ഹാലുസിനേഷൻ അല്ലെങ്കിൽ ഭ്രമം എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ തള്ളിക്കളയുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവമുള്ള ലക്ഷക്കണക്കിന് പേർ ഒരേ സ്വരത്തിൽ പറയുന്നു അവരെല്ലാം ചെന്നെത്തിയ ആ ലോകം ഒന്ന് തന്നെയായിരുന്നു എന്ന്. അതായത് ഒരാൾ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ശരീരത്തിലേക്ക് കടന്നു വരുന്ന ഡെത്ത് കെമിക്കൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചാലോ? അതുതന്നെയാണ് ഇവർക്കെല്ലാം സംഭവിച്ചത് എന്ന് പല വിശദീകരണങ്ങളും പറയുന്നു. ആമസോൺ കാടുകളിൽ നിന്നും ലഭിച്ച ആ പാനീയം എന്താണ്? സമയത്തിലൂടെ അവർ ചെന്നെത്തിയ ആ ഡയമെൻഷൻ ഏതാണ്? അറിയാം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. നമ്മൾ മരണത്തിലേക്ക് ചെന്നെത്തുമ്പോൾ നമ്മുടെ മസ്തിഷ്കം പുറപ്പെടുവിക്കുന്ന DMT, ഡിമെറ്റൈൽ തൃപ്തമൈൻ, അത് ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ എന്താണോ സംഭവിക്കുക അതുതന്നെയാണ് ആ പാനീയം അയവാസ്ക നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്നത്. അതൊരു സാധാരണ പാനീയമല്ല. നൂറ്റാണ്ടുകൾ കൊണ്ട് ആമസോൺ കാടുകളിലെ ഷാമന്മാർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള, കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ താക്കോലാണ് അയവാസ്ക. നമ്മുടെ ഉള്ളിലെ ഈഗോയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന, നമ്മുടെ ശരീരത്തെ മരവിപ്പിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു ഡയമെൻഷനിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു മാന്ത്രിക പാനീയമാണ് അയവാസ്ക. ഈ പാനീയം അത്ര എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒന്നല്ല. ആമസോൺ കാട്ടിലെ 2 വ്യത്യസ്ത സസ്യങ്ങൾ, സൈക്കോട്രിയ വെർഡിസ് എന്ന ഇലയും ബെനസ്ട്രോപ്സിസ് കാപ്പി എന്ന വള്ളിയും ഒന്നിച്ചു ചേർത്താണ് ഷാമന്മാർ ഇത് തിളപ്പിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ചെടിയിൽ അതിശക്തമായ DMT അടങ്ങിയിട്ടുണ്ട്. സാധാരണയായി നമ്മൾ DMT വിഴുങ്ങിയാൽ നമ്മുടെ വയറ്റിലെ എൻസൈമുകൾ അതിനെ നശിപ്പിച്ചു കളയും. എന്നാൽ രണ്ടാമത്തെ ചെടിയിൽ ഈ എൻസൈമുകളെ തടയാനുള്ള മോണോമൈൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ശാസ്ത്രം വളരുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിലെ ദശലക്ഷക്കണക്കിന് ചെടികളിൽ നിന്ന് കൃത്യമായി ഈ 2 ചെടികൾ മാത്രം ഒന്നിച്ച് ചേർത്താൽ മാത്രമേ DMT വർക്ക് ചെയ്യൂ എന്ന് ഷാമന്മാർ എങ്ങനെ കണ്ടെത്തി എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്.
അനുഭവസ്ഥർ പറയുന്ന അനുസരിച്ച് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ ആദ്യമായി സംഭവിക്കുന്ന ഏറ്റവും ഭീകരമായ അവസ്ഥ ഈഗോ ഡെത്താണ്. അതായത് നമ്മുടെ പേര്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഭൂതകാലം എന്നിവയെല്ലാം നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വെറും തോന്നൽ മാത്രമാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. അതിന് കാരണം നമ്മുടെ തലച്ചോറിലെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് നിശ്ചലമാവുന്നത് കൊണ്ടാണ്. അതായത് നമ്മുടെ വ്യക്തിത്വത്തെ നിലനിർത്തുന്നത് ഈ ഒരു ഭാഗമാണ്. അത് പൂർണ്ണമായും നിശ്ചലമായാൽ നമ്മൾ എന്ന് പറയുന്നൊരവസ്ഥ, ഞാൻ എന്ന് പറയുന്നൊരവസ്ഥ നമുക്ക് ഇല്ല എന്നതാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം സർവ്വചരാചരങ്ങളും ഒന്നാണ് എന്നും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തുമെന്നും അനുഭവസ്ഥർ പറയുന്നു. ഒരു വലിയ ശതമാനം ആളുകൾക്കും ഇതുണ്ടാക്കുന്നത് ഭയമാണ് എങ്കിലും ചിലർക്ക് ആത്മീയമായ ഒരു കണക്ഷൻ ഇതുവഴി കിട്ടാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നു. ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു വ്യക്തിത്വമാണ് ടെറൻസ് മക്കന്ന. അദ്ദേഹം ഒരു അമേരിക്കൻ എത്നോ ബോട്ടണിസ്റ്റാണ്. അതായത് സാധാരണ ഗവേഷകരല്ല, ഒരു സസ്യത്തെ ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിച്ച് മനസ്സിലാക്കുന്ന ഗവേഷകരല്ല ഇവർ ഇത്തരം സസ്യങ്ങൾ ആദിവാസികളും ഗോത്രവർഗ്ഗക്കാരും എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് അവരോടൊപ്പം ചെന്ന് അവരുടെ ജീവിതം പഠിച്ച് മനസ്സിലാക്കുന്ന ഗവേഷകരാണ്. ടെറൻസ് മക്കന്ന പോലുള്ള പ്രശസ്ത ഗവേഷകർ നിരീക്ഷിച്ച ഒരു അത്ഭുതമുണ്ട്. അയവാസ്ക ട്രിപ്പിൽ പോകുന്ന ഭൂരിഭാഗം ആളുകളും ഒരേപോലുള്ള വിചിത്ര ജീവികളെ കാണാറുണ്ട്. അവരെ മെഷീൻ എൽഫ്സ് അല്ലെങ്കിൽ പ്രകൃതിയുടെ ആത്മാക്കൾ എന്നാണ് വിളിക്കുന്നത്. അവർ വെറുമൊരു നിഴലുകളല്ല, ഭയങ്കര ബുദ്ധിശക്തിയുള്ള, നമ്മളോട് ആശയവിനിമയം നടത്തുന്ന രൂപങ്ങളാണ്. ഒരു മുറിയിലിരുന്ന് പാനീയം കുടിക്കുന്ന ലണ്ടനിലെ ഒരു ടെക്കിക്കും ആമസോൺ കാട്ടിലെ ഒരു ആദിവാസിക്കും ഒരേ സമയത്ത് ഒരേ രൂപങ്ങളെ കാണാൻ കഴിയുന്നുവെങ്കിൽ അത് വെറുമൊരു ഭ്രമമല്ല, മറിച്ച് നമ്മൾ ഇതുവരെ കാണാത്ത മറ്റൊരു ഡയമെൻഷൻ നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവല്ലേ എന്നാണ് ഇവരുടെ ചോദ്യം. ഏതൊരു ലഹരിയെയും പോലെ അയവാസ്കയ്ക്കുമുണ്ട് ഒരു ഇരുണ്ട വശം. ഓഫ് കോഴ്സ്, ബാഡ് ട്രിപ്സ്. പലരും അനുഭവസ്ഥർ പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ തൊലി ഉരിഞ്ഞെടുക്കുമ്പോൾ എത്രത്തോളം വേദന നമ്മൾ അനുഭവിക്കും അത് അനുഭവിച്ചവരുണ്ട്. ജീവനോടെ ഒരു വലിയ പാമ്പ് വന്ന് നമ്മളെ വിഴുങ്ങിയാൽ എത്രത്തോളം നമ്മൾ ശ്വാസം മുട്ടുപോകും അത് അനുഭവിച്ചവരുണ്ട്. ഒറ്റപ്പെട്ട ഒരു കാട്ടിൽ, ഭയാനകമായ ഇരുട്ട് നിറഞ്ഞ ഒരു കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ ചെന്നെത്തിയവരുണ്ട്. അല്ല, ഇതെല്ലാം വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ ബാഡ് ട്രിപ്പിൽ നിന്നും തിരിച്ചു വരാൻ കഴിയുമെന്ന് പറയുമ്പോഴും അതിന് സാധിക്കാത്ത പലരെയും ശരീരം ക്ഷീണിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും വയറിളക്കിയുമെല്ലാം തിരികെ കൊണ്ടുവന്ന ഷാമന്മാരുടെ കഥകളും നമുക്ക് ഇന്റർനെറ്റിൽ വായിക്കാൻ കഴിയും. പക്ഷേ അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്: ഈ ഒരൊറ്റ ബാഡ് ട്രിപ്പ് മതി ജീവിതത്തിലെ നമ്മുടെ എന്നേക്കുമായുള്ള ഉറക്കം ഇല്ലാതാക്കാൻ എന്ന്. അങ്ങനെ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട പലരും പിന്നീട് കാലങ്ങളോളം ഒരേ ഒരു ചുവരിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ ഡയമെൻഷനിലേക്ക് വരാം. അതായത് നമ്മൾ ഈ പറഞ്ഞ അയവാസ്ക എന്ന് പറയുന്ന ആമസോൺ കാടുകളിൽ നിന്നും ലഭിക്കുന്ന ആ പാനീയം നമ്മളെ മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകുന്നില്ല. അവിടെ നമ്മൾ കാണുന്ന ജീവികൾ വിചിത്രമായ അന്യഗ്രഹ ജീവികളുമല്ല. ഇതെല്ലാം നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ഒരു കൊടുങ്കാറ്റാണ്. അയവാസ്കയിലെ DMT നമ്മുടെ മസ്തിഷ്കത്തിലെ 5-HT2A സെറോട്ടോണിൻ റിസപ്റ്ററുകളെ അതിശക്തമായി ഉത്തേജിപ്പിക്കും. ഇതോടെ തലച്ചോറിൻ്റെ പല ഭാഗങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പാടെ മാറും. സാധാരണയായി കണ്ണിൽ വരുന്ന നമ്മുടെ വിഷ്വലുകൾ പ്രോസസ്സ് ചെയ്യുന്ന ഭാഗം, അതായത് വിഷ്വൽ കോർട്ടക്സ്, ഓർമ്മകളും ഭയവും നിയന്ത്രിക്കുന്ന ഭാഗവുമായി, അതായത് അമിഗ്ദല, ഹിപ്പോകാമ്പസ് പോലുള്ള ഭാഗവുമായി നേരിട്ട് കണക്ട് ചെയ്യും. അതിൻ്റെ ഫലം നമ്മുടെ ഉള്ളിലെ ഓർമ്മകളും ഭയവും സങ്കല്പങ്ങളും പച്ചയായ വിഷ്വലുകളായി നമ്മുടെ കൺമുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടും. നമ്മൾ കാണുന്ന ആ രൂപങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിലുള്ളവ മാത്രമാണ്. അപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്: അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും ഒരുപോലുള്ള കാഴ്ചകളും മുഖങ്ങളും കാണുന്നു എന്ന്? അതിനും ശാസ്ത്രത്തിന് കൃത്യമായ മറുപടിയുണ്ട്. അതായത് നമ്മുടെ വിഷ്വൽ പ്രോസസ്സിംഗ് ഏരിയ അതിശക്തമായ കെമിക്കൽ പ്രഷറിൽ പെടുന്ന സമയത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ജിയോമെട്രിക് പാറ്റേൺസ് നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരാനുള്ള സാധ്യത വളരെ അധികമുണ്ട്. അതിൽ പലപ്പോഴും നമുക്ക് മുഖങ്ങളെയും കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു കാലഡോസ്കോപ്പ് എടുത്ത് നമ്മൾ അതിനുള്ളിലൂടെ നോക്കിയാൽ നമുക്ക് പല പാറ്റേൺസും കാണാം. അതിൽ നമുക്ക് പല മുഖങ്ങളും കാണാം. അതിനെ നമുക്ക് പാരഡോലിയ എന്ന് വിളിക്കാം.
അതോടൊപ്പം അയവാസ്ക കുടിക്കാനായി പോകുന്നവർ അതേക്കുറിച്ച് മനസ്സിലാക്കിയും അനുഭവസ്ഥരുടെ അനുഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞുമൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ തലച്ചോറിൻ്റെ ഘടനയും കൂടിച്ചേരുമ്പോൾ ഒരുപോലുള്ള കാഴ്ചകൾ ഉണ്ടാവുന്നത് സ്വാഭാവികം തന്നെയാണ്. ഇത് മറ്റൊരു ലോകമല്ല, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പൊതുവായ ഘടന മാത്രമാണ്. എടുക്കുവണ്ടി പെട്ടയ്ക്ക് ആമസോൺ എന്നാണോ നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു മിനിറ്റ് ഇതുകൂടി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് പോവാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പാരമ്പര്യത്തിൽ എവിടെയെങ്കിലും ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണമുണ്ടെങ്കിൽ അയവാസ്ക എന്ന പാനീയത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. അനുഭവസ്ഥരിൽ ഒരുപാട് പേർ ഭ്രാന്തായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അയവാസ്കയിലെ MAO ഇൻഹിബിറ്റേഴ്സ് ശരീരത്തിലെ സെറോട്ടണിൻ ലെവൽ അനിയന്ത്രിതമായി കൂട്ടും. ആരെങ്കിലും ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുന്നവരോ മറ്റു ലഹരികൾ ഉപയോഗിക്കുന്നവരോ ആണെങ്കിൽ ഇത് തലച്ചോറിനെ പൂർണ്ണമായും തകർക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും. മരണസമയത്ത് തലച്ചോർ വൻതോതിൽ DMT റിലീസ് ചെയ്യുന്നു എന്നത് ശാസ്ത്രീയമായി ഇതുവരെ പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല. എലികളിൽ നടത്തിയ ചില പഠനങ്ങൾ മാത്രമാണ് ഇതിന് ആധാരം. മനുഷ്യനിൽ മരണസമയത്ത് ഇത്രയധികം വലിയ അളവിൽ DMT ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത്. ആധുനിക ശാസ്ത്രത്തിന് അയവാസ്കയുടെ കെമിസ്ട്രി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അനുഭവസ്ഥരുടെ അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് ചെന്നെത്താൻ ശാസ്ത്രത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. ചിലപ്പോൾ ഇതെല്ലാം വെറും തോന്നലായിരിക്കാം. അതല്ല എങ്കിൽ നമ്മുടെ ശരീരത്തെ ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിന് ചെന്നെത്താൻ സാധിക്കുന്ന മറ്റൊരു ലോകം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തെക്കാൾ വലിയ കോംപ്ലക്സ് യൂണിവേഴ്സ് നമ്മുടെ തലച്ചോറാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് താക്കോലുകൾ നമുക്ക് ചുറ്റും നമുക്ക് കാണാനും കഴിയും. പക്ഷേ തെറ്റായൊരു നീക്കം ഈ ലോകത്തിൽ നിന്നും നമ്മെ പൂർണ്ണമായും തുടച്ചു നീക്കിയേക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിഗൂഢതയെ മാറി നിന്ന് കാണുന്നതാണ് എപ്പോഴും സുരക്ഷിതം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ